ഹായ്, ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാൻഡ് സീലിംഗ് മെഷീനിനെ പറ്റിയിട്ടാണ്. ഇന്ന് വൈഡായിട്ട് പാക്കിംഗ് സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ബാൻഡ് സീലർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാൻഡ് സീലേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ സംരംഭം ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ട് വരുന്നൊരു മെഷീനാണ് ബാൻഡ് സീലിംഗ് മെഷീൻസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബാൻഡ് സീലിംഗ് മെഷീൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബാൻഡ് സീലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പാക്കിംഗ് മെഷീൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹാൻഡ് സീലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു മെഷീനാണ്. നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് ഈ ബാൻഡ് സീലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൺവെയർ ബെൽറ്റോട് കൂടി സെമി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ പ്രോഡക്ട്സിനെ കൺവെയർ ബെൽറ്റിൽ പ്ലേസ് ചെയ്യുക, ആ പാക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് 10 mm സീലിംഗ് വിഡ്ത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. നോർമലി 1.6 mm ആണ് നമുക്ക് ചെറിയ മെഷീനുകളിൽ കിട്ടുന്നത്. അതിനെ നമുക്ക് 10 mm വീതിയിൽ സീൽ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മെഷീനാണ് ബാൻഡ് സീലർ എന്ന് പറയുന്നത്. അതെ, വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാൻഡ് സീലർ മെഷീൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വൈഡാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ആവട്ടെ, ഫുഡ് പ്രോസസ്സിംഗ് ആവട്ടെ, ഇലക്ട്രിക്കൽ ഐറ്റംസ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ബാൻഡ് സീലേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ബാൻഡ് സീലേഴ്സിന് ഒത്തിരി ഡിഫറെൻറ്റ് മോഡൽസും ഉണ്ടല്ലേ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ബാൻഡ് സീലറിന് ബേസിക്കലി നമുക്ക് പറയാവുന്ന 2 ടൈപ്പ് ഓഫ് മെഷീൻസാണ് വരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ, അതായത് ഫ്ലാറ്റ് ബെഡിൽ നമുക്ക് പൗച്ചസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടത്തി വിടാവുന്ന ടൈപ്പ് ഓഫ് മെഷീൻ. അത് ബേസിക്കലി വരുന്നത് നമ്മുടെ ഗ്രാനുവൽസ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ തന്നെ നമുക്കിപ്പോൾ ലിക്വിഡ് പ്രോഡക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ പൗഡർ പ്രോഡക്ട്സ് ആവട്ടെ, ഇതൊക്കെ പാക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇനി കിടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് വെർട്ടിക്കൽ ബാൻഡ് സീലേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ടൈപ്പിലാണ് നമുക്ക് വിടുന്നത്. വെർട്ടിക്കലിലാണെങ്കിൽ നമുക്ക് പൗച്ചിനെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വിട്ട് നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഈ 2 സെഗ്മെൻറ്റിൽ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ആൾക്കാർക്ക് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ടൈം വരുന്നുള്ളൂ. നമ്മളുടെ പൗച്ചസ് ലാമിനേറ്റഡ് പൗച്ചസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എക്കണോമിക് മോഡൽ മെഷീൻസ് അവൈലബിൾ ആണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സിംഗിൾ ലെയർ പൗച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് ഹീറ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി ബാൻഡ് സീലേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു 1 kg to 3 kg വരുന്ന മെഷീൻസ് ആണ്. ഇതിൻ്റെ തന്നെ കപ്പാസിറ്റി കൂടി 5 kg ബാഗ്സ് ചെയ്യാവുന്ന 5 kg ബാൻഡ് സീലേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ 15 kg, നമുക്ക് 10 kgയുടെയൊക്കെ ബാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 15 kg ബാൻഡ് സീലേഴ്സും ഇത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ സ്നേഹാസ്, നമ്മൾ ബേക്കറികളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് വിഡ്ത്ത് പണ്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് വീതിയുള്ള സീലിംഗ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ഈ ബാൻഡ് സീലറിൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് അതൊന്ന് പറഞ്ഞു തരാമോ? അത് ബേസിക്കലി നമ്മളുടെ നോർമൽ സീലിംഗ് മെഷീൻസിലൊക്കെ 1.6 mm ആണ് സീലിംഗ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് സീലറിൽ വരുമ്പോൾ അത് നമുക്ക് 10 mm വിഡ്ത്തിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീൻസിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന 10 mm സീലിംഗ് ആണ് വരുന്നത്. സെയിം സീലിംഗ് നമുക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻസിൽ എടുക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് സെല്ലിംഗ് പ്ലേസുകളിലൊക്കെ എത്തുമ്പോൾ ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ പാക്കിങ്ങിനോടും കിടപിടിക്കുന്ന സ്റ്റൈലിൽ അതിൻ്റെ സീലിംഗ് സെഗ്മെൻറ്റിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് നമ്മളുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ബാൻഡ് സീലർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതെ, ഇപ്പോൾ പുതുതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെയൊക്കെ കോസ്റ്റ്, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് ഒരു എക്കണോമിക്കൽ മോഡൽ തൊട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബേസിക്കലി നമുക്ക് എക്കണോമിക്കൽ മോഡൽ ഒരു 15,000 പ്ലസ് ടാക്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഹെവി ഡ്യൂട്ടി ആകുമ്പോൾ ഒരു 19,500 മുതൽ അതും സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് MS ബോഡി SS ബോഡിയൊക്കെ അവൈലബിൾ ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡൽ നമുക്ക് ചെറിയ ഡിഫറൻസ് ഒക്കെ ഇതിനകത്ത് വരാം. 5 kg ബാൻഡ് സീലേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു 30,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 15 kg ബാൻഡ് സീലേഴ്സൊക്കെ ആകുമ്പോൾ ഒരു 90,000 മുതലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 15,000 പ്ലസ് ടാക്സിൽ നമുക്ക് ഒരു എൻട്രി ലെവൽ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി ടൈപ്പ് MS ബോഡിയാണോ SS ബോഡിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കുള്ള മറ്റൊരു സംശയമായിരിക്കും, മെഷീനാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ സർവീസും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മെയിൻ്റനൻസ് അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക? ബേസിക്കലി ഏത് മെഷീനായാലും
ഒരു മെഷീനറി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർ കെയർ നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള ഫുഡ് പ്രോസസ്സിങ് രംഗത്തുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മളുടെ മെഷീൻസിൽ പറ്റാനും അതിൽ വീണ് കിടക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മളത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്ത് കിടക്കുന്നത് വഴി നമ്മൾ എലി ശല്യം കൂടാനും എലി ഇതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അതല്ലാതെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അച്ചാർ പോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അസിഡിക് ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ മിഷനിൽ പറ്റി പിടിച്ച് കിടന്ന മിഷൻ പാർട്സിന് ഇത് ഡാമേജ് ചെയ്യും. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറുടെ തന്നെ പ്രൊഡക്ഷൻ ടൈമിന് അത് വളരെയധികം ബാധിക്കുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡെയിലി നമ്മളതിനെ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. മറ്റ് എക്സ്റ്റേണൽ അഫക്ട്സൊന്നും കൂടാതെ പ്രോപ്പറായിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് മെയിൻലി വരുന്ന കൺസ്യൂമബിൾസ് ആണ്. ഹീറ്റർ, അതുപോലെ 2 ബെൽറ്റ്, ടെഫ്ലോൺ ബെൽറ്റും നൈലോൺ ബെൽറ്റും, 2 ടൈപ്പ് ഓഫ് ബെൽറ്റ്സ് ആണ് വരുന്നത്. ഇത് 3ഉം കൺസ്യൂമബിൾസ് ആണ്. അപ്പോൾ അതൊരു റെഗുലർ ഇൻ്റർവെല്ലിൽ അതിൻ്റെ തേയ്മാനം അനുസരിച്ച്, അതായത് അതിൻ്റെ ഇംപ്രഷനിലുള്ള വ്യത്യാസം അനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മറ്റപടി നമ്മൾ ഇതിൻ്റെ ബേസിക് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ലോങ് ലൈഫ് മെഷീൻസിന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാൻഡ് സീലേഴ്സിനെ പറ്റിയാണ്. ഒരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബാൻഡ് സീലേഴ്സ് നമുക്ക് അത്യാവശ്യമായ ഒരു മെഷീൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്